ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വാക്കുകളിലെ വചനപ്പെരുമ അഥവാ ഇമ്പോർട്ടൻസ് ഓഫ് വേർഡ്സ് എന്നതാണ്. അതിന് ആധാരമായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 15 വേഴ്സസ് 16 through 21. കപടഭക്തിക്കാരായ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ചോദ്യങ്ങൾക്ക് യേശു നൽകിയ മറുപടിയാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. ഒരുവനെ മലിനമാക്കുന്നത് കഴിക്കുന്ന ഭക്ഷണമല്ല, പിന്നെയോ ഹൃദയത്തിലെ അശുദ്ധ വികാരങ്ങളും പറയുന്ന വാക്കുകളും ആണെന്നത്. ഇന്ന് നോമ്പിൻ്റെ 16-ാം ദിവസം. ആത്മസമർപ്പണത്തിൻ്റെയും പുതുക്കത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലിൻ്റെ ദിനങ്ങളാണല്ലോ നോമ്പുകാലം. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ വാക്കുകൾ ശക്തിപ്പെടുത്തലിൻ്റെയും വിമോചനത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും മാത്രമല്ല, പുതിയ ജീവിതാനുഭവങ്ങളിലേക്ക് ഒരുവനെ കൈപിടിച്ചുയർത്തുവാൻ പോന്നവയായിരുന്നു. ദൈവവുമായി കൂടുതൽ ബന്ധപ്പെടുവാൻ ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മങ്ങൾ എന്നിവ നാം അനുഷ്ഠിക്കാറുണ്ട്. എന്നാൽ ഈ വക അനുഷ്ഠാനങ്ങൾ അനുതാപവും അനുരഞ്ജനവും രൂപാന്തരവും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തകളിലും പുനഃക്രമീകരണം നടത്തുന്നതാവണം. അങ്ങനെ നമ്മെ തന്നെ നിയന്ത്രിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഒരവസരം ഈ നോമ്പുകാലത്ത് ഉണ്ടാവണം. വികാരങ്ങൾ ദൈവദത്തമാകുവാൻ പക്വമായ രീതിയിൽ അവയെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ മുൻഗണനയാവണം. സഹോദരനോടുള്ള അനുരഞ്ജനവും സ്നേഹവുമാണ് ബലിയർപ്പണത്തെക്കാളും ഉപവാസത്തെക്കാളും വലുതെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. ലിയോ 14 പോപ്പ് ഇങ്ങനെ പറയുന്നു: ഭക്ഷണത്തെക്കാൾ ഉപരിയായി അപരനെ മുറിപ്പെടുത്തുന്ന വാക്കുകളിൽ നിന്നും ചിന്തകളിൽ നിന്നും നമുക്ക് ഉപവസിക്കാം. അഹവും സ്വാർത്ഥതയും വെടിഞ്ഞ് നോമ്പിൽ ആത്മാർത്ഥമായ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാകണം. വാക്കുകൾക്ക് മനുഷ്യജീവിതത്തിൽ വലിയ സ്ഥാനമാണുള്ളത്. നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, ആശയങ്ങൾ, ആവശ്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു മീഡിയമാണ് വാക്കുകൾ. എഫേസ്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യം ഇപ്രകാരമാണ്: കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും വായിൽ നിന്ന് പുറപ്പെടരുതെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. മഹാത്മാഗാന്ധിയുടെയും മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെയും വാക്കുകൾ ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുവാനും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. മാനവീയത എന്നത് മനുഷ്യനായിരിക്കുക എന്നല്ല, മനുഷ്യത്വമുള്ളവനായിരിക്കുക എന്നതാണ് ഗാന്ധിജിയുടെ വാക്കുകൾ. അതെത്ര അന്വർത്ഥമാണ്! അശ്രദ്ധയോടെ പറയുന്ന വാക്കുകൾ പടക്കക്കലയ്ക്ക് തീയിടുന്ന പോലെയാണെന്ന് ഒരു പറച്ചിലുണ്ട്. നമ്മുടെ സ്നേഹപൂർണമായ സ്വാന്തനങ്ങൾ തകർന്നിരിക്കുന്നവർക്ക് ഒരു താങ്ങായും തണലായും തീരണം. യേശുവിൻ്റെ പർവ്വത പ്രസംഗത്തിൽ മത്തായി 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന വാക്യം എത്ര മനോഹരമായ വാച്യാവിഷ്കരണമാണ്! ഹൃദയശുദ്ധി ജീവിതശൈലി ആവണമെന്നാണ് യേശു ഉദ്ദേശിച്ചിരുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മെ അശുദ്ധമാക്കുന്ന എല്ലാ അധാർമിക ചിന്തകളും വാക്കുകളും നാം ഉപേക്ഷിക്കണമെന്നതിൻ്റെ ആഹ്വാനമാണിത്. 37-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു: കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. കാരണം ഹൃദയം നിറഞ്ഞു കവിയുന്നതാണല്ലോ വായ സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയം അശുദ്ധ വികാരങ്ങളാൽ പാപം കൊണ്ട് നിറയുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നന്മ ചെയ്യുവാൻ നാം മറന്നു പോകുന്നു മാത്രമോ, ഇച്ഛിക്കാത്ത തിന്മകൾ ചെയ്യുന്നു. സമാധാനവും സ്വസ്ഥതയും നഷ്ടമാകുന്നു. മുൻകോപവും അനിയന്ത്രിതമായ പെരുമാറ്റവും ദുഃഖം ഉളവാക്കുന്നു. നമ്മുടെ ബന്ധങ്ങൾ ഛിദ്രമാകുന്നു. സമൂഹത്തിൽ നാം ഒറ്റപ്പെട്ടു പോകുന്നു. ശാരീരികവും മാനസികമായ രോഗത്തിന് അടിമയാകുന്നു. നിരാശയും ആശയക്കുഴപ്പങ്ങളും ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് ദൈവരാജ്യം നമുക്ക് അന്യമാകുന്നു. മനസ്സിൻ്റെ ആരോഗ്യം
നാം കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കേൾവികളും നമുക്കുണ്ടാകുന്ന പല അനുഭവങ്ങളും നമ്മുടെ ചുറ്റുപാടുകളുമാണ്. എന്നാൽ സതുപദേശങ്ങളെ ശ്രദ്ധിക്കുന്നവരും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അനുഭവങ്ങൾ ലഭിക്കുന്നവരും ജീവിതത്തിൽ ശ്രേഷ്ഠഭാവങ്ങൾ ആർജിക്കുവാൻ ഇടയാകും. സദ്ഭാവങ്ങൾ ഉൾക്കൊള്ളുവാൻ ദൈവവചന വായനയും പഠനവും ധ്യാനവും ആരാധനയും പ്രാർത്ഥനയും നമ്മെ സഹായിക്കും. ഈ സത്യാനന്തര കാലത്ത് നമ്മുടെ വാക്കുകൾ വിശുദ്ധിയുള്ളതും അപരന് സൗഖ്യവും ആശ്വാസവും സന്തോഷവും സമാധാനം നൽകുന്ന മാത്രമല്ല, ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതും ആയിരിക്കണം. സ്വയം പ്രകാശിതരായി ചുറ്റുമുള്ളവർക്ക് വെളിച്ചമാകാൻ നമ്മുടെ ചിന്തകളും വാക്കുകളും ഉതകണം. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ, കരുണയുടെ, കൃപയുടെ ലാവണ്യവാക്കുകൾ അശരണരെയും ആലംബഹീനരെയും ചേർത്ത് പിടിക്കുവാനും ചേർന്ന് നടക്കുവാനും യേശു വിഭാവനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുവാനും ഇടയാകണം. 141 സങ്കീർത്തനം 3 വാക്യത്തിലെ ദൈവമേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ എന്ന ദാവീദിൻ്റെ പ്രാർത്ഥന നമ്മുടെയും ആകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.